RSS പരിപാടിയിൽ സർവകലാശാല വിസിമാർ പങ്കെടുത്ത സംഭവം അതീവ ഗൗരവമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിസിമാർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നു. വിസിമാർ കേരളത്തോട് മാപ്പ് പറയണമെന്നും വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുത്ത വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. ഷഫീദ് റാവുത്ത് തിരുവനന്തപുരം ചെയ്യുന്നു. ഷഫീദ്, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ 3 സർവകലാശാലയിലെ വിസിമാരാണ് RSSന്റെ 100 വർഷം എന്ന പരിപാടിയിൽ, സംഘപരിവാറിന്റെ 100 വർഷം എന്ന പരിപാടിയിൽ പങ്കെടുത്തത്. നിശ്ചിതമായ വിമർശനമുണ്ടാകുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. എങ്ങനെ വ്യാഖ്യാനിക്കാം കാര്യങ്ങളെ? സുഹേല, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെ അടക്കം കടന്നാക്രമിച്ച രംഗത്തെത്തിയത്. RSS നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് മുഖ്യമന്ത്രിയും സർക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും UDF-ഉം കുടപിടിക്കുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനം അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയത്. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിനോട് ഈ വിഷയത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ പിന്നീട് പ്രതികരിക്കാമെന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, മുഖ്യമന്ത്രി പാടെ തള്ളുന്നു വിസിമാരുടെ ആ നീക്കത്തെ എന്നുള്ളതാണ്. അതിൽ പറയുന്ന കാര്യം, RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘചാലക മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഗുരുതരമായ വീഴ്ച വൈസ് ചാൻസലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്ത പ്രവൃത്തിയാണ് ഉണ്ടായത്. കേരളീയ പൊതുസമൂഹത്തിനോട് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ വിസിമാർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ലെന്നും അത് വെച്ചു പൊറുപ്പിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 വിസിമാരും കേരളത്തോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരം കവടിയാറിൽ നടന്നിട്ടുള്ള മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിലായിരുന്നു 3 പ്രധാനപ്പെട്ട വിസിമാർ, അത് കേരള സർവകലാശാല VC ഉൾപ്പെടെ 3 പ്രധാനപ്പെട്ട വിസിമാർ പങ്കെടുത്തത്. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ, അതേപോലെ തന്നെ MG സർവകലാശാല VC D മാവൂത്ത്, മലയാള സർവകലാശാല VC CR പ്രസാദ് എന്നിവരായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തത്. മാധ്യമങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത പരിപാടിയിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ടാണ് 3 വിസിമാരും പങ്കെടുത്തത്. നേരത്തെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മോഹനൻ കുന്നുമ്മലിന്റെ അടക്കം ഇടപെടലുകൾ നമുക്കറിയാം. അത് ഭാരതാംബ ചിത്രവിവാദം അടക്കം പിന്നീട് കേരള സർവകലാശാലയിൽ അരങ്ങേറിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രതിഷേധ സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ഇപ്പോൾ വിസിമാരെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. സുഹൈൽ, ഏതാണ്ട് 11 മിനിറ്റ് മുമ്പാണ് വി ഡി സതീശൻ ചിത്രത്തിൽ പോസ്റ്റ് ഇടുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് തൊട്ടു പിന്നാലെ ഷഫീദ് ഈ പറഞ്ഞതുപോലെ ഇതൊരു വിമർശന പോസ്റ്റാണ്. നിശ്ചിതമായ വിമർശനമുണ്ട്, മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഏകപക്ഷീയമായി ചാൻസലർ ഈ പറയുന്ന VC നിയമനത്തിൽ ഗവർണർ ഇടപെടൽ ഉണ്ടാകുന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ്. ഈ വിമർശനമൊക്കെ ഇനി ഈ പുതിയ സർക്കാരിൽ മുഖ്യമന്ത്രി ചാൻസലർ, അതായത് മുഖ്യമന്ത്രി ഗവർണർ പോരിലേക്ക് വഴി തുറക്കാൻ സാധ്യതയുണ്ടോ? ഇക്കാര്യത്തിൽ അതായത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യം അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരത്തെ നടത്തിയിട്ടുള്ള സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളും എണ്ണിയായിരുന്നു പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം. അതിൽ അദ്ദേഹം പറഞ്ഞത്, സർവകലാശാല നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന സമയത്ത് അന്ന് പ്രതിപക്ഷം എടുത്ത നിലപാട് പിന്നിൽ നിന്നുള്ള കുത്തായി പോയി. ഇപ്പോഴും ഗവർണർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ RSS വൽക്കരണത്തിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് ഊർജ്ജം പകർന്നത് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ, ഇപ്പോഴത്തെ സർക്കാരിന്റെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ പിന്നിൽ നിന്നുള്ള കുത്താണെന്നുള്ള അതിരൂക്ഷ വിമർശനം അത് പിണറായി വിജയൻ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഒരു പടി കൂടി കടന്നു പറഞ്ഞത് MG സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനം, അതേപോലെ തന്നെ അവിടുത്തെ സെനറ്റിലേക്ക് 19 സംഘപരിവാർ പ്രവർത്തകരെ തിരികെ കയറ്റാനുള്ള നീക്കം, അതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ മൗനം പാലിച്ചു. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ സർക്കാർ കുടപിടിക്കുന്നത് മതേതര കേരളത്തോടുള്ള വഞ്ചനയാണ് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ വിസിമാർ ഇന്നലെ മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്തെത്തിയത്. കൂടാതെ കൂടുതൽ വിമർശനവും ഇതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഈ വൈസ് ചാൻസലർ പദവിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടായി. പൊതുസമൂഹത്തോട്, കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നൊക്കെയുള്ള ആവശ്യം അത് വി ഡി സതീശൻ ഉന്നയിക്കുമ്പോൾ ഒരു പടി കൂടി കടന്ന് പ്രതിപക്ഷം അത് കൂടുതൽ രാഷ്ട്രീയ ആയുധമാക്കരുത് എന്നൊക്കെയുള്ള ഒരു കാര്യം കൊണ്ടുകൂടിയാണെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ഇനി ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. സർവകലാശാല നിയമ ഭേദഗതി ബില്ലടക്കം സർക്കാർ എടുക്കുന്ന നീക്കങ്ങൾ അത് നിർണായകമാകും. സുഹൈൽ.
ഈ MG സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സെനറ്റിലടക്കം സംഘപരിവാർ ചായ്വുള്ളവരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നതാണ് ഷഫീദ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് VC-മാർ പ്രത്യക്ഷമായ രാഷ്ട്രീയ അനുഭാവം പ്രകടിപ്പിക്കുന്ന മട്ടിൽ RSSന്റെ വേദിയിൽ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷം വിഷയം സജീവമായി ഉയർത്തുന്നതിനിടെ ഒരു പ്രതിരോധമെന്ന കണക്കെയാണോ ഈ പോസ്റ്റിനെ വ്യാഖ്യാനിക്കേണ്ടത്? അതിനപ്പുറത്തേക്ക് അതിനൊരു വരി അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടി RSSനെ കൂടി നിശിതമായി വിമർശിക്കുന്ന ഒരു വരി കൂടി ആ പോസ്റ്റിലുണ്ട് ഷഫീദ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിമർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ മൗനം നടിച്ചത് മാത്രമല്ല MG സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാരും വകുപ്പും എടുത്ത മൗനം അതടക്കം പ്രതിപക്ഷം ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തുന്നുണ്ട്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തൊടുത്തുവിട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ അത് ചെറുതായിരുന്നില്ല. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നീക്കങ്ങൾക്ക് സർക്കാർ കുടപിടിക്കുന്നു എന്നുള്ള ഒരു വിമർശനം അത് പലതരത്തിൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. ആ സാഹചര്യം കൂടി ഒരുപക്ഷെ കണക്കിലെടുക്കുന്നുണ്ട്. കേവലം സർക്കാർ എന്നതിനപ്പുറത്തേക്ക് MG സർവകലാശാലയിലെ നിയമനത്തിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ VC-മാർ മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുത്ത കാര്യത്തിലോ ഏതെങ്കിലും തരത്തിൽ UDF നേതൃത്വവും മൗനം പാലിക്കുന്നു എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യാഖ്യാനത്തിലേക്ക് പ്രതിപക്ഷം പോകുമ്പോൾ ഇപ്പോൾ തന്നെ അതിനെ തള്ളിപ്പറയാം എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി എത്തിച്ചേർന്നാകാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മൗനമടക്കം കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ചയായിരുന്നു. ഏതായാലും ഇപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ VD സതീശൻ VC-മാരെ തള്ളിപ്പറയുന്നുണ്ട്. കുറച്ചുകൂടി വിമർശനം അത് RSSനെതിരെ കടുപ്പിക്കുന്നുമുണ്ട്. VD സതീശൻ ഏതെങ്കിലും തരത്തിൽ അത് ഗവർണർക്കെതിരെയുള്ള വിമർശനമായി പിന്നീട് മാറുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. VC-മാരുടെ സംഘപരിവാർ പരിപാടിയിലെ സാന്നിധ്യം അത് ഈ പറയുന്നത് പോലെ സംഘപരിവാറിന്റെ RSSന്റെ അടക്കം ഉന്നത സർവകലാശാല ഇടപെടലിലേക്ക് അടക്കം വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നതിനിടെ ഒരു പ്രതിരോധമെന്ന കണക്കെയുള്ള ആദ്യ പ്രതികരണമാണോ മുഖ്യമന്ത്രിയുടെ? അതിനപ്പുറത്തേക്ക് RSSനെ അടക്കം നിശിതമായ ഭാഷയിൽ വിമർശിക്കുക കൂടി ഈ പോസ്റ്റിൽ ചെയ്യുന്നുണ്ട്. തീവ്ര വർഗീയത പറയുന്ന RSS നേതാവെന്ന വാക്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നിശിതമായി വിമർശിക്കുന്നു. VC-മാർ മാപ്പ് പറയണമെന്നാണ് VD സതീശന്റെ FB പോസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.